എറണാകുളം ജില്ലാ മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. ഇബ്രാഹിം കുഞ്ഞ്, അഹമ്മദ് കബീർ പക്ഷങ്ങൾക്കിടയിൽ തമ്മിലടി രൂക്ഷം. കോതമംഗലത്ത് ഔദ്യോഗിക പക്ഷത്തെ വെല്ലുവിളിച്ച് വിമത പ്രതിഷേധ സംഗമം നടത്തി. വിവരങ്ങളുമായി എറണാകുളത്ത് നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, ഉൾപാർട്ടി പ്രശ്നം ആണോ? ഏത് രീതിയിലാണ്? വിവരങ്ങൾ നൽകാം. തീർച്ചയായും എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിൽ വിഭാഗീയത പ്രവർത്തനം ശക്തമാവുകയാണ്. നമുക്കറിയാം, നേരത്തെ ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള തർക്കം ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രധാനമായും കോതമംഗലം കേന്ദ്രീകരിച്ചും തൃക്കാക്കര കേന്ദ്രീകരിച്ചുമാണ് ഈ ഒരു തർക്കം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഔദ്യോഗിക പക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയൊരു സംഗമം നടക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. വഖഫ് നിയമ ഭേദഗതിക്ക് എതിരെ അടക്കമുള്ള ഒരു സംഗമമാണ് നടത്തിയത്. വി അഹമ്മദ് കബീർ ആയിരുന്നു ആ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഔദ്യോഗിക പക്ഷത്തിന് എതിരെ ശക്തി തെളിയിക്കുന്ന തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ പേരിൽ തന്നെ വിവിധ പരിപാടികൾ ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഈ വിമത വിഭാഗം പറയുന്നത് ഈ അഹമ്മദ് കബീർ പക്ഷത്തെ പൂർണ്ണമായും രീതിയിലുള്ള ഒതുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ നടപടി എന്നുള്ള കാര്യം പറയുന്നു. ജില്ലാ കൗൺസിലിലേക്ക് അടക്കം നടന്ന തെരഞ്ഞെടുപ്പുകൾ അത് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ UDF-നും വലിയൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. കോതമംഗലം, നേര്യമംഗലം അടക്കമുള്ള മേഖലകളിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലകളുണ്ട്. പല പഞ്ചായത്തുകളും ലീഗിന് പ്രധാനപ്പെട്ട പ്രതിനിധികളുണ്ട്. ലീഗ് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തുകളുണ്ട്. 2 പഞ്ചായത്തുകളുടെ ഭരണനിർവഹണ പ്രസിഡന്റ് സ്ഥാനം അടക്കം ലീഗ് കൈവശം വെച്ചിരുന്ന പഞ്ചായത്തുകളുണ്ട്. ഈ ഒരു വിഭാഗീയ പ്രവർത്തനം നിലനിൽക്കുന്നതിനാൽ ഈ ഒരു മേഖലയിൽ UDF-ന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ UDF ക്യാമ്പിലുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തോടക്കം ജില്ലയിലെ UDF നേതാക്കൾ ആവശ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള നേതാക്കളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് അഹമ്മദ് കബീർ പക്ഷം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും സമാനമായ രീതിയിൽ ജില്ലയിൽ വ്യാപകമായ തർക്കമുണ്ടായിരുന്നു. ലീഗിലെ കളമശ്ശേരി സീറ്റിൽ ഇത്രയോ വലിയ തോൽവിയിലേക്ക് അടക്കം എത്തുന്നതിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ കാരണമായി ഈ ലീഗിന്റെ നേതൃത്വം വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ആ പ്രശ്നം അതുപോലെ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴും വരുന്ന വാർത്തകൾ.